കഴിഞ്ഞുപോയ വർഷങ്ങളിൽ മനുഷ്യരാശിക്ക് ആവശ്യമായതും ശാസ്ത്രത്തിന്റെ വളർച്ചയെ അഭിമുഖീകരിക്കുന്നതുമായ കണ്ടെത്തലുകൾക്കാണ് സയൻസിൽ നോബൽ പ്രൈസ് നൽകുന്നത്. ജീൻ എഡിറ്റിംഗിലെ അതുല്യ സംഭാവനകൾക്ക് ഈ വർഷത്തെ കെമിസ്ട്രിയിലെ നോബൽ പ്രൈസ് ഇമാനുവൽ ഷാർപ്പനെർ ആൻഡ് ജെനിഫർ ഡോഡ്ന എന്നിവർ ചേർന്നാണ് പങ്കിട്ടത്. ക്ലസ്റ്റേർഡ് റെഗുലാരിറ്റി ഇന്റർസ്പേസ് ഷോർട്ട് പാലിൻഡ്രോമിക് റിപ്പീറ്റ്സ് അഥവാ ക്രിസ്പർ എന്ന ഓമനപ്പേരിട്ട് വിളിക്കുന്ന ഒരു ടെക്നിക് വികസിപ്പിച്ചതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം ലഭിച്ചത്. അങ്ങനെ ക്രിസ്പറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ വീണ്ടും സജീവമായ സ്ഥിതിക്ക് ഈ ഒരു സമയമായിരിക്കും അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ ഏറ്റവും അനുയോജ്യം. ദിസ് ഇസ് വിസ്മയ് ആൻഡ് വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് Science.Sort. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ള ജീവികളിൽ പല വിധത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ ഈ മാറ്റത്തിന് തുടക്കമിട്ടത് മനുഷ്യൻ കൃഷി ആവശ്യങ്ങൾക്കായി സെറ്റിൽ ചെയ്യാൻ തുടങ്ങിയ ആ കാലഘട്ടമായിരുന്നു. കൃഷി ചെയ്തു തുടങ്ങിയപ്പോൾ ചില ചെടികൾ കൂടുതൽ വിളവ് തരുന്നതായും ചിലതിൽ കൂടുതൽ പോഷകമൂല്യമുള്ളതായിട്ടും അവർ കണ്ടെത്തി. ഇത്തരം ഇനങ്ങളെ അന്നത്തെ ആളുകൾ കൂടുതൽ സെലക്റ്റീവായിട്ട് വളർത്താൻ തുടങ്ങി. ഇതായിരുന്നു ജനറ്റിക് എഞ്ചിനീയറിംഗിലേക്കുള്ള മനുഷ്യന്റെ ആദ്യത്തെ പടി. ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ന് നമ്മൾ കാണുന്ന വിളകളും കന്നുകാലികളുമെല്ലാം അവയുടെ പഴയ ഫോമിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. ഈ ഒരു പ്രോസസ്സാണ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ, അതായത് സെലക്റ്റീവായി ജീവികളെ ബ്രീഡ് ചെയ്യുന്നത് വഴി പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതിന് വഴിയൊരുക്കുക. അങ്ങനെ മനുഷ്യർ കൃഷിയിലും കന്നുകാലി വളർത്തലിലും കൂടുതൽ പുരോഗമിച്ചപ്പോൾ ഈ ഒരു ടെക്നിക് അവർ കൂടുതൽ റിഫൈൻ ചെയ്തു. എന്നിരുന്നാലും അതിന് പ്രത്യക്ഷമായ പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. ഒരു പ്രത്യേകതരം ഗുണം അഥവാ ട്രേറ്റ് ലഭിക്കുന്നതിനായി നമ്മൾ ജീവികളെ ജനറേഷൻസോളം ബ്രീഡ് ചെയ്യിപ്പിക്കേണ്ടി വരും. ഒബ്വിയസ്ലി ഇത് വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. എന്നാൽ ചില ഗുണങ്ങൾ ആ സ്പീഷീസിൽ റെയർ ആയിരിക്കും, ചിലപ്പോൾ അത് ഇല്ലെന്ന് തരം വരാം. ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ഉപയോഗിച്ച് ഒരു സ്പീഷീസിന്റെ ഉള്ളിലുള്ള ഗുണങ്ങൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആൻഡ് മാച്ച് ചെയ്യും. പക്ഷേ സ്പീഷീസുകൾ തമ്മിലുള്ള മിക്സ് ആൻഡ് മാച്ചിനെ പറ്റി ചിന്തിക്കുകയുണ്ട്. അവിടെയാണ് മോഡേൺ ജനറ്റിക്കൽ എഞ്ചിനീയറിംഗിന്റെ കടന്നുവരവ്. ഇതുവഴി ട്രഡീഷണൽ മെത്തേഡ്സിൽ നിലനിന്നിരുന്ന പല പരിമിതികളെയും നമുക്ക് പരിഹരിക്കാനാകും. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ DNA-യിലാണ് ജീവികൾ അവയുടെ ഇൻഫോർമേഷൻ സ്റ്റോർ ചെയ്തു വെക്കുന്നത്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ജീവികളിലും സെയിം ആണ്. അപ്പോൾ ഈ ഒരു സാധ്യതയെ മുതലെടുത്താൽ ഒരുപക്ഷെ നമുക്ക് കൂടുതൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ലേ? പറ്റും. ഫോർ എക്സാമ്പിൾ, ജനറ്റിക് എഞ്ചിനീയറിംഗിനായി പൊതുവെ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ജനറ്റിക് വെക്ടേഴ്സ്. നമുക്ക് ആവശ്യമുള്ള ജീൻ ഇതിലൂടെ നമുക്ക് മറ്റ് ജീവികളിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ജനറ്റിക് വെക്ടർ. ചിലപ്പോൾ ഈ വെക്ടറിന്റെ പ്രവർത്തനം സ്പീഡാക്കാനായി ഒരു വൈറസിന്റെ DNA സീക്വൻസ് ഉണ്ടാകാം. അതുപോലെ ഒരു ജെല്ലി ഫിഷിന്റെ കളർ വരുത്തുന്ന DNA സീക്വൻസും ഉണ്ടാകാം. അതിലോട്ട് നമുക്ക് ഇഷ്ടമുള്ള ജീൻ ഇൻസേർട്ട് ചെയ്യാം. അങ്ങനെ ഒരു ജീവിയിൽ മാറ്റം വരുത്തുന്നതിനായി ഈ വെക്ടർ ഒരു ജീവിയിലോട്ട് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. അങ്ങനെ പല പല കാര്യങ്ങളും ഇങ്ങനെ അച്ചീവബിൾ ആണ്. ഉദാഹരണത്തിന് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ബാക്ടീരിയകൾ, ഡ്രോട്ട് റെസിസ്റ്റന്റ് ആയ ഹൈ ഈൽഡിംഗ് ക്രോപ്സ്, കൃത്രിമമായി ഉണ്ടാക്കുന്ന മീറ്റ്, ന്യൂട്രിയൻ റിച്ച് ആയ ഭക്ഷണ പദാർത്ഥങ്ങൾ, ജനറ്റിക് ആയ ഡിസോർഡേഴ്സിന്റെ രോഗശമനം, അങ്ങനെ പലതും. ക്രിസ്പറിന് ഇതുമായി വല്ല ബന്ധവുമുണ്ടോ? യെസ്, ബിക്കോസ് നമ്മൾ പറഞ്ഞതുപോലെ ക്രിസ്പർ ഒരു ജീൻ എഡിറ്റിംഗ് ടെക്നിക്കാണ്. മറ്റുള്ള ടെക്നിക്കുകളെ അപേക്ഷിച്ച് ഇത് എഫിഷ്യന്റ്, ചീപ്പ് ആൻഡ് ഈസിയർ ആണ്. ക്രിസ്പറിനെ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ ഓൾമോസ്റ്റ് എല്ലാം തന്നെ ചെയ്യാനാകും. കുറച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബാക്ടീരിയയുടെ ജീനോമിനെ പറ്റി ഗവേഷണം നടത്തുന്ന ശാസ്ത്രജ്ഞന്മാർ ഒരു വിചിത്രമായ സീക്വൻസ് കണ്ടു. അവർ കുറെ പാലിൻഡ്രോമിക് സീക്വൻസുകൾ കാണുകയും അതിന്റെ ഇടയിൽ വേറെ കുറച്ച് സീക്വൻസുകളും കണ്ടു. ഇടയിലെ ഈ സീക്വൻസുകൾ പരിശോധിച്ചപ്പോൾ അവ വൈറസുകളുടേതാണെന്ന് മനസ്സിലായി. ഈ ബാക്ടീരിയ പണ്ട് ഇൻഫെക്ട് ചെയ്ത വൈറസുകളുടേതാണെന്ന് പിന്നീട് കണ്ടെത്തുകയും ചെയ്തു. തലമുറകളായി മാറി വരുന്ന വൈറസ് പാരമ്പര്യം. ഇവ എന്താണെന്നല്ലേ? ഒരു വൈറസ് ആ ബാക്ടീരിയ ഇൻഫെക്ട് ചെയ്തു. പിന്നീട് ആ ബാക്ടീരിയ വീണ്ടും സർവൈവ് ചെയ്യുകയാണെങ്കിൽ വൈറസിന്റെ ആ DNA ക്രിസ്പർ സീക്വൻസുകളായി വയ്ക്കും. പിന്നീട് ഈ DNA-യുടെ ഗൈഡ് RNA ഉണ്ടാവുകയും Cas9 എന്ന പ്രോട്ടീനിലോട്ട് ലോഡ് ചെയ്യുകയും ചെയ്യും. അതായത് Cas9 ഒരു മിസൈൽ ആണെങ്കിൽ അതിനെ നയിക്കുന്നത് ഗൈഡ് RNA ആണ്. വീണ്ടും ഒരിക്കൽ കൂടി ഈ വൈറസ് DNA കണ്ടാൽ നേരെ പോയി അതിനെ കട്ട് ചെയ്ത് കളയും. ഇങ്ങനെ വൈറസുകൾക്കെതിരെയുള്ള ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ഇവ ഈ ബാക്ടീരിയകൾക്ക് കൊടുക്കുന്നു. ഇതെങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം? ഒരുപക്ഷെ നമുക്ക് ജനറ്റിക് ഡിസോർഡറുകളെ ട്രീറ്റ് ചെയ്യാൻ ഉപയോഗിക്കാം. ഇതിൽ Cas9 എന്ന പ്രോട്ടീനെ നയിക്കുന്നത് ഗൈഡ് RNA ആണ്. അത് മാറ്റുന്നതിനനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള ജീനിനെ ടാർഗറ്റ് ചെയ്യാം. അങ്ങനെ ഡിഫക്ട്സ് ഉള്ള ജീനുകളെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം, വേണമെങ്കിൽ നമുക്ക് അതിനെ തിരുത്താം. അതുപോലെ Cas9ന്റെ കട്ടിംഗ് എബിലിറ്റി ഇല്ലാത്ത വേർഷൻസ് വെച്ച് വേറെയും ചില പണികൾ ചെയ്യാം. നമുക്കൊരു ജീനിനെ ഡെലീറ്റ് ചെയ്യാം, നമുക്കൊരു ജീനിനെ ഇൻസേർട്ട് ചെയ്യാം, ഒരു ജീനിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഈ ഒരു ടെക്നിക് വൈറസിനെ തുരത്താൻ വേണ്ടി ബാക്ടീരിയ ഇവോൾവ് ചെയ്ത ഒരു പ്രോസസ്സാണ്. DNA വെച്ചുള്ള കളിയായതിനാൽ ഒരു ചെറിയ പിഴവ് പോലും അതിന്റെ സ്വന്തം ജീനുകളെ നശിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രോസസ് വളരെ എഫിഷ്യന്റും സ്പെസിഫിക്കുമാണ്. ഇനി ക്രിസ്പറിന്റെ റേഞ്ച് മനസ്സിലാക്കാൻ വേണ്ടി 2 പ്രൊജക്റ്റുകൾ പരിചയപ്പെടാം. ജീൻ ഡ്രൈവ് ഒരു പോപ്പുലേഷനിലോട്ട് ഒരു ജീൻ വ്യാപിപ്പിക്കുന്ന ഒരു ടെക്നിക്. ഇതുമൂലം ഒരു സ്പീഷീസിനെ തന്നെ ഉന്മൂലനം ചെയ്യാൻ നിഷ്പ്രയാസം സാധിക്കും. ഇന്ന് മലേറിയയെ ഉന്മൂലനം ചെയ്യാൻ പറ്റുന്ന കൊതുകുകൾ ഓൾറെഡി ലാബുകളിൽ നിലവിലുണ്ട്. ഡി എക്സ്റ്റിങ്ഷൻ അഥവാ റിസറക്ഷൻ ബയോളജി, വംശനാശം വന്ന ജീവികളെ അതിന്റെ ഏറ്റവും അടുത്ത റിലേറ്റീവ്സിൽ നിന്നും ഉണ്ടാക്കുന്ന പ്രോസസ്. ഈ ജീവികളുടെ ജീൻ എഡിറ്റ് ചെയ്ത് വംശനാശം വന്നുപോയ ആ പഴയ ജീവിയുടെ എല്ലാ ഫീച്ചേഴ്സും കൊണ്ടുവരിക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഫോർ എക്സാമ്പിൾ, മാമോത്സ് ഫ്രം എലിഫന്റ്സ്. ഒരു ജീവിവർഗത്തിനെ തന്നെ അപ്പാടെ നശിപ്പിക്കാൻ ശേഷിയുള്ള ഒരു ടെക്നിക്കിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉയർത്തുന്ന ആശങ്കകളും ചെറുതല്ല. അതുപോലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവൻ എടുക്കുന്ന ഒരു ജീവിയെ നമുക്ക് നശിപ്പിക്കാനാവുമെങ്കിൽ അത് നമ്മൾ ചെയ്യേണ്ടത്. അതേസമയം ഈ ടെക്നിക്കുകളുടെ പ്രശ്നങ്ങളും അത് ഉയർത്തുന്ന വെല്ലുവിളികളും പറ്റി നമ്മൾ ഇനിയും പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിലുള്ള എത്തിക്കൽ സ്റ്റാൻസ് നമ്മൾ വിചാരിച്ചത്ര സിമ്പിൾ അല്ല. ഇപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്നത് ഇതിനെപ്പറ്റി
കൂടുതൽ ബോധവാന്മാരായിരിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഇതിനെപ്പറ്റി കൂടുതൽ ആഴത്തിൽ പഠിക്കുക എന്നതുമാണ്. ഇമാനുവൽ ഷാർപ്പനറിനും ജെനിഫർ ഡോഡ്നയ്ക്കും നോബൽ പ്രൈസ് നേടിക്കൊടുത്ത ക്രിസ്പറിനെ പറ്റി കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഇതുപോലൊരു എപ്പിസോഡിലൂടെ കാണുന്നവരെ ദിസ് ഇസ് വിസ്മയ് സൈനിങ് ഓഫ്.